Dear students, welcome to Learner's World. In this video, I'm going to talk about an article I played that to read by Shashi Tharoor, FIUGP, AC English, Advanced English Language Skill for Commerce and Management, second semester, Calcutta University. Shashi Tharoor is an Indian politician, writer and former diplomat who has been serving as Member of Parliament for Trivandrum, Kerala since 2009. Shashi Tharoor ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ്, റൈറ്ററാണ്, അതുപോലെ ഫോമർ ഡിപ്ലോമാറ്റ് ആയിരുന്നു, അതായത് നയതന്ത്രജ്ഞനായിരുന്നു. അതുപോലെ അദ്ദേഹം പാർലമെൻറ്റിൽ 2009 മുതൽ അദ്ദേഹം സെർവ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഹി ഈസ് കറൻ്റ്ലി ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ്. അദ്ദേഹം ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ അദ്ദേഹം ഇപ്പോൾ ചെയർമാനാണെന്നാണ് പറയുന്നത്. The summary of I played that you read. I played that you read. അതായത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് റീഡ് ചെയ്യാൻ, വായിക്കാൻ. In this article, I played that you read published in issue 19 November 2023. Shashi Tharoor sounds the alarm on the decline of reading habits in our increasingly digital age. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഐ പ്ലേഡ് ദാറ്റ് യു റീഡ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 19 നവംബർ 2023 ഇതിൽ ശശി തരൂർ ഒരു അലാം എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുകയാണ്. ഡിക്ലൈൻ ഓഫ് റീഡിങ് ഹാബിറ്റ്സ്, അതായത് ഈ ഒരു ഡിജിറ്റൽ ഏജിൽ റീഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും ഡിജിറ്റൽ ഏജിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് വായനാശീലം തീരെ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Tharoor laments the fact that people are spending more time scrolling through social media and watching videos rather than engaging with books. അപ്പോൾ തരൂർ ലാമെൻറ്റ് ചെയ്യാണ്, അദ്ദേഹം വിലപിക്കുകയാണ്. അതായത് ആളുകൾ എന്താ ചെയ്യുന്നത്, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ്, അതുപോലെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ട്, അല്ലാതെ ആരും ബുക്സ് റീഡ് ചെയ്യുന്നില്ല. ബുക്സിനെ എല്ലാവരും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിജിറ്റൽ ഏജിൽ. This article explores Tharoor's arguments on importance of higher-level reading and the consequences of post-literate society. ഈ ഒരു ആർട്ടിക്കിൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ശശി തരൂറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതായത് ഒരു ഹയർ ലെവൽ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പോസ്റ്റ് ലിറ്ററേറ്റ് സൊസൈറ്റി മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, അതായത് പോസ്റ്റ് ലിറ്ററേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു എഴുത്തും വായനയൊന്നും ഇല്ലാതെ ഉള്ളി ഓഡിയോ ആൻഡ് വിഷ്വൽ ആ ഒരു മീഡിയയിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമൂഹം, അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ സ്കോളർ ഓതർ സേസ് to a significant decline of critical and conscious reading, immersive and slow reading, literary reading, non-strategic and non-goal-oriented reading and long-form reading. അതായത് സ്കോളേഴ്സ്, അദ്ദേഹം പിന്നീട് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, പണ്ഡിതന്മാരും എഴുത്തുകാരൊക്കെ പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു റീഡിങ്, അതായത് പല രീതിയിലുള്ള റീഡിങ് ഇതിൽ പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ ആൻഡ് കോൺഷ്യസ് റീഡിങ്ങിന് ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. ഇമ്മേഴ്സീവ് ആൻഡ് സ്ലോ റീഡിങ്, അതായത് ഒരു സ്ലോ ആയിട്ടുള്ള ആഴത്തിലുള്ള വായനക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്, അതിനൊക്കെ ഒരു തകർച്ച വന്നിട്ടുണ്ട്. അതുപോലെ ലിറ്റററി റീഡിങ്, നോൺ സ്ട്രാറ്റജിക് ആൻഡ് നോൺ ഗോൾ ഓറിയൻറ്റഡ് റീഡിങ് ആൻഡ് ലോങ് ഫോം റീഡിങ്, ഇതിനൊക്കെ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറയാണ്. അതായത് പണ്ഡിതന്മാരും ഓതേഴ്സ് എഴുത്തുകാരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ഓഡിയോ ബുക്സ്, ദ ഓതേഴ്സ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ആർ നോട്ട് ദ ഇക്വാലൻ്റ് ഓഫ് റീഡിങ് ബട്ട് എ പുവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്. അതുപോലെ എഴുത്തുകാർ പറയുന്നത്, ഓതേഴ്സ് പറയുന്നത് ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് റീഡിങ്ങിന് ഒരു ഇക്വാലൻറ്റ്, റീഡിങ്ങിന് നമുക്ക് റീഡിങ്ങിന് പകരം നമുക്ക് ഓഡിയോ ബുക്സ് യൂസ് ചെയ്യാം, അതാണ് നല്ലത് എന്നുള്ളതിനോട് അവർ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് റീഡിങ്ങിൻ്റെ ഒരു പൂവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലാതെ റീഡിങ്ങിന് പകരമായിട്ടുള്ള ഒന്നാണ് ഓഡിയോ ബുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. That central argument is that reading is essential for the development of critical thinking skill, empathy and knowledge acquisition. അപ്പോൾ തരൂർ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സെൻട്രൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റീഡിങ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്,
അതുപോലെ നോളജ് അക്വിസിഷൻ ഒക്കെ. ഹി അസർഡ് ദാറ്റ് ഹയർ ലെവൽ റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നാവിഗേറ്റിംഗ് കോംപ്ലക്സ് ഇഷ്യൂസ്, ബ്രോഡനിങ് അവർ പെർസ്പെക്റ്റീവ്സ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഹയർ ലെവൽ റീഡിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോംപ്ലക്സ് ഇഷ്യൂസ് ഡീൽ ചെയ്യാനൊക്കെ നമുക്ക് ഹയർ ലെവൽ റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ്, നമ്മുടെ ചിന്താഗതികൾ ബ്രോഡനിങ് ചെയ്യാൻ, അതായത് ചിന്താഗതികൾ ഒന്നും കൂടെ, നമ്മുടെ ചിന്തകൾ ഒന്നും കൂടെ വിശാലമാക്കാനൊക്കെ ഹയർ ലെവൽ റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ശശി തരൂർ പറയുന്നുണ്ട് റീഡിങ് എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള പ്ലഷർ നൽകുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. തരൂർ നോട്ട്സ് ദാറ്റ് ബുക്സ് പ്രൊവൈഡ് ഇൻഡെപ്ത് നോളജ് ആൻഡ് ഇൻസൈറ്റ് ദാറ്റ് ആർ ഓഫർ ലാക്ക് ഇൻ സോഷ്യൽ മീഡിയ. അദ്ദേഹം പിന്നീട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടാത്ത ഒന്നാണ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇൻഡെപ്ത് നോളജ്, അതുപോലെ ഇൻസൈറ്റ്സ്, ഒരു ഉൾക്കാഴ്ച നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The scholar authors conclude that reading skills are essential for the foundation for economic, political and communal and cultural life of contemporary society. പിന്നീട് പണ്ഡിതന്മാരും അതുപോലെ ഒരുപാട് ഓതേഴ്സ്, റൈറ്റേഴ്സ്, എഴുത്തുകാരൊക്കെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡിങ് സ്കിൽസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ കണ്ടംപററി സൊസൈറ്റീൻ്റെ, ഈ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു അടിത്തറ ആണ് ഈ ഒരു റീഡിങ് സ്കിൽസ് എന്ന് പറയാം. അത് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, കമ്മ്യൂണൽ, കൾച്ചറൽ, ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറയായിട്ട് നമുക്ക് റീഡിങ് സ്കിൽസിനെ കണക്കാക്കാൻ പറ്റും. തരൂർ വാൺസ് ദാറ്റ് സൊസൈറ്റി ദാറ്റ് പ്രയോറിറ്റൈസ് സോഷ്യൽ മീഡിയ ഓവർ റീഡിങ് ഈസ് അറ്റ് റിസ്ക് ഓഫ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് പോളറൈസർ. പിന്നീട് തരൂർ വാൺ ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ആധുനിക സമൂഹം സോഷ്യൽ മീഡിയക്ക് കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുത്താൽ, കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയാൽ, റീഡിങ്ങിനെ ഒരു മൂലക്ക് ആക്കി റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകാതെ സോഷ്യൽ മീഡിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി കഴിഞ്ഞാൽ അത് ഒരു വലിയ ഒരു ഫ്രാഗ്മെൻറ്റഡ് സൊസൈറ്റിയിലേക്ക് നയിക്കും. അതായത് ഒരു ചിന്നിച്ചിതറിയ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു പോളറൈസ്ഡ് മീൻസ് ഒരു വിഭജിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. ഈ മെൻഷൻ Ljubljana Manifesto is a document that emphasizes the importance of reading and literacy in the digital age. അതേ പിന്നീട് ല്യൂബ്ലിയാന മാനിഫെസ്റ്റോനെ കുറിച്ചിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ റീഡിങ് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിറ്ററസി, അതായത് ഈ ഡിജിറ്റൽ ഏജിൽ റീഡിങ് ലിറ്ററസി ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ ഇത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ശശി തരൂറും ബാക്കി കുറച്ച് ഓതേഴ്സും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹി എൻഡഡ് ദ ആർട്ടിക്കിൾ വിത്ത് മാർഗരറ്റ് അറ്റ്വുഡ്സ് കോട്ടഡ് വാർണിംഗ്, ഇഫ് ദർ ആർ നോ യങ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ദർ വിൽ ഷോർട്ട്ലി ബി നോ ഓൾഡർ വൺസ്. ലിറ്ററസി വിൽ ബി ഡെഡ് ആൻഡ് ഡെമോക്രസി വിൽ ബി ഡെഡ് ആസ് വെൽ. ഇഫ് യു വാണ്ട് ടു സേവ് ഡെമോക്രസി, എൻകറേജ് ദ നെക്സ്റ്റ് ജനറേഷൻ ടു റീഡ്. അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ എൻഡ് ചെയ്യുന്നത് മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ഒരു കോട്ടഡ് വാർണിങ്ങിലൂടെയാണ്. അതായത് യങ് റീഡേഴ്സും റൈറ്റേഴ്സും, അതായത് നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ എഴുത്തുകാരും വായനക്കാരും ഒന്നും ഇല്ല എങ്കിൽ ലിറ്ററസി വിൽ ബി ഡെഡ്, ലിറ്ററസി ഇല്ലാതാകും, നശിക്കും. അതുപോലെ ഡെമോക്രസി ഡെഡാകും. നിങ്ങൾക്ക് ഡെമോക്രസിനെ സേവ് ചെയ്യണോ, ലിറ്ററസിനെ സേവ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷന്, അടുത്ത തലമുറയെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. റീഡിങ്, വായിക്കാൻ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. Tharoor's article is not merely a lamentation of the decline of reading, it also a call to action. തരൂറിൻ്റെ ഈ ഒരു ആർട്ടിക്കിൾ ഒരു റീഡിങ് ഇല്ലാതായതിൻ്റെ ഒരു ലാമെൻറ്റേഷൻ മാത്രമല്ല, ഒരു കോൾ ടു ആക്ഷനാണ്. അതായത് നമ്മളോട് എൻകറേജ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഒരു പുതിയൊരു തലമുറ റീഡ് ചെയ്യാൻ അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. He urges readers to make a conscious effort to prioritize reading. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം, റീഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം, പ്രയോറിറ്റൈസ് നൽകണം എന്ന് പറയുന്നുണ്ട്. That also encourages the readers to share the joy of reading with others, to create a culture of reading that values knowledge, empathy and critical thinking. പിന്നീട് തരൂർ എൻകറേജ് ചെയ്യുന്ന റീഡേഴ്സിനെ ആ റീഡിങ്ങിൽ കിട്ടുന്ന ആ ഒരു ജോയ്, ആ ഒരു പ്ലഷർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഒരു കൾച്ചർ ഓഫ് റീഡിങ്, വാല്യൂസ് നോളജ്, എമ്പതി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.